അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആഹാ, കത്ത് വന്നോ? സാറിനുണ്ടൊരു കത്ത്. ആ, ഹനീഫയുടെ മുഖത്തെന്താ ഒരു വല്ലായ്മ? കല്യാണം കഴിഞ്ഞ് 28-ാം നാള് പെട്ടിയും തൂക്കി പടക്കി പുറപ്പെട്ടല്ലേ. പെണ്ണുമ്പിള്ളയുടെ സങ്കടാർജിയാ. ഈ പെണ്ണുങ്ങളോട് യുദ്ധത്തെ പറ്റി പറഞ്ഞ വല്ലതും മനസ്സിലാവൂ? അതല്ല, BSFിലുള്ള എന്റെ ഒരു സുഹൃത്ത് ജോസ് ഉണ്ട്. അവൻ കഴിഞ്ഞ 8-ാം തീയതി കാർഗിലിൽ വെച്ച് മരിച്ചു. ജോസിന്റെ ജഡം നാട്ടിൽ കൊണ്ടു സംസ്കരിച്ചത്രേ. ഞങ്ങളുടെ തൊട്ട അയൽവക്ക. നാളെ സ്വന്തം ഭർത്താവിന്റെ ശവമായിരിക്കും വരുന്നതെന്ന് നിങ്ങളുടെ ഭാര്യ ഓർത്തുപോയ തെറ്റ് പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടായിരിക്കടോ. നിന്റെ ഉമ്മക്ക് ഓപ്പറേഷൻ ഉടനെ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. മോനെപ്പോഴാ വരാൻ പറ്റുക? ഉമ്മയില്ലാത്ത നിന്റെ 2 മക്കളെയും കൊണ്ട് ബാപ്പ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ ഉമ്മാക്ക് അനങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മോൻ ഒരു നിക്കാഹ് കൂടി കഴിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അവതാളത്തിലാകും. ഇനിയെല്ലാം മോന്റെ ഇഷ്ടം പോലെ. ബാപ്പ വിഷമിപ്പിച്ചു എന്ന് തോന്നരുത്. എന്താ കത്തില് വിശേഷങ്ങള്? വിശേഷങ്ങളേ ഉള്ളൂ. ഉമ്മയ്ക്ക് ഹാർട്ട് ഓപ്പറേഷൻ ഉടനെ വേണം. ഇവിടുന്ന് PFന്റെ ലോൺ എങ്ങനെയെങ്കിലും ശരിയാക്കണം. നീ വിഷമിക്കണ്ട. എന്നാ ലീവിന് പോണെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വരാം. ശ്രീത്ര മെഡിക്കൽ സെന്ററിലെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് എന്റെ സ്വന്തം ആളിയാ. അതിനിപ്പോ ഇവിടെ നിന്നാ ലീവ് കിട്ടുന്നെന്ന് പറയാൻ പറ്റുമോ? അതിപ്പോ ഈ വാർ 2 ആഴ്ചക്കാൻ തീരില്ലേ? 2 ഹഫ്തേക്ക് അന്തരം ये लड़ाई खत्म होगा. സുഖിച്ചോടി സുഖിച്ചോ, ഞാനങ്ങോട്ട് വരട്ടെ. നിന്റെ സുഖമൊക്കെ നിർത്തി തരാം. എന്താ കുര്യച്ച? എന്റെ പെണ്ണുമ്പിള്ളയോട് പറഞ്ഞതാ. എന്താ ചാടിപ്പോയോ? എങ്കി എത്ര നന്നായിരുന്നു. പിന്നെന്ത് പറ്റി? ഇടവക പള്ളി പെരുന്നാളിന്റെ വിശേഷമാ. തറവാട്ടിലെല്ലാരും ഒരുമിച്ച് കൂടിന്ന് പാലപ്പവും കിണ്ണത്തപ്പവും താറാവ് കറിയും കോഴിക്കറിയും കരിമീനും ഒക്കെ ഉണ്ടാക്കി വെട്ടി വിഴുങ്ങി അടിച്ചു പൊളിച്ചു. അത്രേ ഉള്ളൂ. അവരടിച്ച് പൊളിക്കട്ടെ കുര്യച്ച. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കേ. ബാക്കിയുള്ളവനൊക്കെ ഇവിടെ ഉണക്ക ചപ്പാത്തിയും പരിപ്പുകറിയും കൂട്ടി നാവ് മരവിച്ച് വെയിലത്തും മഞ്ഞത്തും ജീവനും കൈപ്പിടിച്ച് നടക്കുമ്പോഴാ അവളുടെ അമ്മമ്മയുടെ ഒരു കരിമീൻ കറി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. Congratulations, Captain Vijay. Thank you, sir. We did it. Really, it's a remarkable victory for us. Where is Sharath and Gopi? I want to appreciate them. They are the pride of our regiment. സോറി സർ. Nonsense. നിന്റെ കാര്യമല്ല, ചെറുസാറിന്റെ ഗോപി സാറിന്റെ കാര്യമാണ്. തെറ്റല്ലേ സാർ? Congratulations, Lieutenant Colonel Sharath Chandran Sir. and Captain Gopinath. Sir. बस इसी तरह तुम और तुम्हारा कंपनी काम करते रहना. Well done. Keep it up. Thank you, sir. गाड़ी से वो पैकेट लेके आओ. പോക്കറ്റ് നഹി, അല്ലാതെ ഒന്നുമില്ലേ സാബ്? വണ്ടിയിൽ എന്തോ പാക്കറ്റ് ഉണ്ട്, അതെടുക്കാനാ പറഞ്ഞേ. പടച്ചോനെ, ഇപ്പൊ തന്നെ പണി തെറിച്ചാനെ. Come on, Sharath. Sir. All the messages to be given to me during the movement. Sir, we had little problem with the wireless. That's why we couldn't, sir. Okay, no problem. Repair it immediately. Right way, sir. And Mr. Sharath, Sir. this is about our next movement. Sir. And I hope you will get the same success like the one before. Thank you, sir. ഈ പെട്ടിയിൽ എന്തായിരിക്കും? ഭുജൻവാലാകാവ് തിരിച്ചു പിടിച്ചതിന് പതിവ് കോട്ട കൂടാതെ നല്ല സ്വയംഭ സ്കോച്ച് ആയിരിക്കും. ആ, എന്ത് കണ്ടാലും കല്ലിന്റെ ഓർമ്മയിലേ ഉള്ളൂ. ഇത് നല്ല വില കൂടിയ മറ്റെന്തെങ്കിലും സമ്മാനമായിരിക്കും. ഓ, ഒന്ന് വേഗം തുറക്കണ്ടേ ബഷീറെ. എടാ ചന്ദ്ര, ആ കുര്യച്ചനെ കബീർ സാറിനെ വിളിക്ക്. അയ്യോ പടച്ചോനെ, ഇത് വെറും ലഡുവാ. ഈ ഉണ്ട തരാൻ വേണ്ടിട്ടാണ് ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് അയാൾ കൈസയ്ക്ക് കുഴിച്ച് മേലെ കുളിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞേ. എന്താ ബഷീറെ? ഗോപി സാർ ലഡു വേണോ? വേണ്ട, താൻ തിന്നോ. എന്ത് വേണ്ടാത്ത താൻ തിന്നോളാനോ? ഗോപി, കേണൽ സാബ് എന്താ വന്നത്? മൂവ്മെന്റ് ഉണ്ടാവുന്ന തോന്നണേ. അയ്യോ അതേതുകൊണ്ടില്ല. എന്ത് മൂവ്മെന്റോ? എടാ കക്കഴുതേ, യുദ്ധമുന്നണിയിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്ന പറഞ്ഞേ. എന്റെ പടച്ചോനെ, നാളെ മുതൽ തോക്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ലഡു തിന്നാം. Best of luck. Thank you, sir. സാറിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? നാളത്തെ മൂവ്മെന്റിനെ കുറിച്ച് ഓർത്തിട്ടാണോ? അതല്ല ഗോപി, എന്റെ കല്യാണം നിശ്ചയിപ്പോ വേണ്ടായിരുന്നു. അതെന്താ സാർ? യുദ്ധമില്ലെങ്കിൽ പട്ടാളക്കാരന്റെ ജീവിതം ഓക്കെ. വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവന് പുല്ല് വിലയുള്ളൂ. ഹേമയാണെങ്കിൽ ഇപ്പൊ ട്രൂപ്പിന്റെ കൂടെ വരണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതിനെന്താ സാർ, വരട്ടെ. സാറിനൊരു കൂട്ടുമാവുമല്ലോ. യുദ്ധമുന്നണിയിൽ എന്ത് കൂട്ട്? അവളെ കൂടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ? ചുമ്മാ ഇരിക്കണം സാർ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ അടിച്ചു പൊളിച്ച് തിരിച്ചു വരും. ഇതേ കക്ഷി വരുന്നുണ്ട്. എന്നാ ഞാനോട് ചെല്ലട്ടെ, അമ്മയ്ക്ക് കത്തെഴുതാനുണ്ട്. ആ, ഫീൽഡിലോട്ട് പോകുന്ന കാര്യമൊന്നും എഴുതിയേക്കരുത് കേട്ടോ. കൊള്ളാം. അങ്ങനെ എഴുതിയാ അടുത്ത ട്രെയിൻ പിടിച്ച സുഭദ്രാമ ഇങ്ങോട്ട് എത്തും. ഗുഡ് നൈറ്റ് സാർ.
ഗുഡ് നൈറ്റ്. എന്താ ഞാൻ കൂടെ പോരുന്നു പറഞ്ഞത് ബുദ്ധിമുട്ടായോ? നിർബന്ധമാണെങ്കിൽ പോന്നോളൂ. ഹോ താങ്ക് ഗോഡ്. ഞാൻ വിചാരിച്ചു ശരത് സാർ എന്നെ തഴഞ്ഞു. വല്ല കാഷ്വാലിറ്റി ഉണ്ടായാൽ അത്രയ്ക്ക് റിസ്ക് എടുത്ത് ഹേമ പോരണമെന്നാ ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പൊ ഗോപിയോട് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ ഗോപിക്ക് പോലും അറിയാം കേണലിനോട് എനിക്കുള്ള സ്നേഹം എത്രയാണെന്ന്. എനിക്കും അറിയാവടി പെണ്ണെ. ബാപ്പോ ക്യാമ്പിൽ എല്ലാവരും ടെൻഷനിലായിരിക്കും. അവരോടൊന്ന് സംസാരിക്കട്ടെ. കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ ശരത് പ്ലീസ്. ഈ പുഴ കാണുമ്പോ ശരത്തിന് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്താ ക്യാപ്റ്റൻ, റൊമാൻറ്റിക് ആവുകയാണോ? അതല്ല, ഇത് കാണുമ്പോ എനിക്ക് നമ്മുടെ കുട്ടനാട്ടിലെ പമ്പയാറാണ് ഓർമ്മ വരുന്നത്. ഇവനെന്ത് ഈ ആടിനെ മഴയത്തെട്ടിയ പോലെ? പ്രകാശ എന്തു പറ്റിയടാ? എന്തു പറ്റാൻ? ഈ ഒടുക്കത്തെ യുദ്ധം തീർന്നിട്ട് എന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്താടാ ഈ പറയണേ? സ്വന്തം നാടെന്ന് പറയണ അമ്മ എന്നല്ലേ? നമ്മുടെ മണ്ണ് തുറന്നു കയറുന്ന തുരപ്പന്മാരെ തുരച്ചു ഓടിച്ചില്ലേ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? പിന്നെ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പിടിച്ച് വേലയും കെട്ടിയിട്ട് എന്ത് നേടാനാ? എന്റെ അമ്മ ക്യാൻസർ ആയിട്ട് കിടക്കുക. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആരുമില്ല. അമ്മയെ നോക്കാൻ അവിടെ നാട്ടുകാർ മുഴുവൻ ഉണ്ടാവും. അവരോടൊക്കെ നിന്റെ അമ്മ അഭിമാനത്തോടെ പറയുന്നുണ്ടാവും, എന്റെ മോൻ നാടിന് വേണ്ടി പൊരുതാൻ പോയിരിക്കുകയാണ്. ആ അഭിമാനം കളയല്ലേ പ്രകാശ. ഹിന്ദുസ്ഥാന്റെ ഒരു രോമത്തി തൊടാൻ പോലും പാകിസ്ഥാൻ ചച്ചകളെ നമ്മൾ അനുവദിക്കില്ല. ചങ്കി ചോരുള്ള ഒരു ഇന്ത്യക്കാരന് സമ്മതിക്കില്ല. അല്ലടാ പ്രകാശ? എന്നാ പാറാ. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മാടി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. Sera for kilo. Sera for kilo. Identify location. Over. Kilo for Sera. Kilo for Sera. Grid reference 7862-2792. Nala Junction. Nala Junction. Over. Sera for kilo. 10 मिनट में हम आपका लोकेशन पे होगा. हमारा अप्रोच ईस्टर्न डायरेक्शन से होगा. Over. Kilo for Sera. Roger out. ഹലോ, എല്ലാവരും കൂടെ തോക്കും ചൂണ്ടി നിൽക്കുന്ന കണ്ട എതിർവശത്ത് പാകിസ്ഥാൻ പടയാണെന്ന് തോന്നും. കഴിഞ്ഞില്ലേ? ഒന്ന് വേഗം വാ. ഇന്നലെ അടിച്ച ബീറ് മുഴുവൻ പമ്പ് ചെയ്ത് കളയണ്ടേ സാബ്? അതാ അല്ല വിജയൻ സാബേ, നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണം മാറിയിട്ട് ഇവിടുന്ന് പോയാൽ പോരെ? ചെന്ന് വണ്ടിയെ കയറും. എവിടെ ചെന്നാലും ഒരു റെസ്റ്റ് എടുക്കല്. ശരത് സാറിന്റെ ചീത്ത കേൾക്കണമെങ്കിൽ വേഗം വാ. चलो चलो सीधे सीधे चलो. रुको, किधर से आ रहे हो? शिलोक से आ रहे हैं. कहाँ जा रहे हो? नकोदर गांव. पास दिखाओ. तुम भी. घबराइए मत जनाब, आज चेक पोस्ट पे इंडियन आर्मी की तरफ से कोई काउंटर फायर नहीं होगा. बेफिक्र रहिए आप. खुदा हाफिज. अस्सलाम वालेकुम. वालेकुम सलाम. सब ठीक? जी जनाब. सब कुछ हमारे प्लान के मुताबिक होना चाहिए. अगर तुम लोगों की तरफ से किसी भी तरह की लापरवाही हुई तो अंजाम तुम लोग अच्छी तरह से जानते हो. ठीक है साहब. खुशियां.
पाकिस्तान जिंदाबाद। कर्नल मुश्ताक मोहम्मद को 5 करोड़ मिलने वाला है। ये लो। शरद साहब। नहीं, मैं कैप्टन कबीर। शरद साहब पीछे आ रहा है। सर, आपका बटालियन का गुजन वाला ऑपरेशन के बारे में बहुत सुना है। इंडियन मिलिट्री മൊത്തം നമ്മുടെ വിക്ടറി അറിഞ്ഞിരിക്കുന്നു। हमारा देश का नाम ऊंचा कर लिया साहब। हमें आपका बटालियन पे गर्व है। सब थोड़ी देर हमारे साथ बैठ के चाय पानी हो जाए। അത് കൊള്ളാം. ശരത് സാബ് എത്തുമ്പോഴത്തേക്കും ഒരു ചായ കൂടിയാ. അങ്ങനെയാണെങ്കിൽ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോവാം സാബ്. മിണ്ടായിരോ. കടച്ചോനെ ചെക്ക് പോസ്റ്റിൽ ഇപ്പൊ ചായക്കടയിൽ തുടങ്ങിയ നമ്മളൊക്കെ ഇപ്പൊ സൂപ്പർ സ്റ്റാറുകളാ. ഗുജംബാല ഗ്രാമം നമ്മൾ തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷത്തില് അവര് നമുക്ക് ചായ സൽക്കാരം നടത്താൻ പോവാ. ഭാഗ്യമുണ്ടെങ്കിൽ തന്തൂരി ചിക്കനും ഒക്കെ കിട്ടും. തന്തൂരി ചിക്കൻ, തന്തൂരി ചിക്കൻ. ശരത് സാബ് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. സിഗ്നലോട്ട് കിട്ടുന്നില്ല. എന്താ സാർ? കേണൽ മുഹമ്മദിന് തെറ്റിയെന്ന് തോന്നുന്നു. ഈ സ്ഥലം മാപ്പിലും കാണുന്നില്ല. ഗോപി, സ്റ്റോപ്പ്. Something is not right here. Damn it. This map is totally wrong. Wireless connection കിട്ടുന്നില്ല. എന്തെങ്കിലും ചതിയാണോ സാർ? लेफ्टिनेंट कर्नल शरद चंद्रन और कैप्टन गोपीनाथ का कीमत 5 करोड़। ये तो बड़ा धोखा है। टोटल चीटिंग। अब क्या करेंगे साहब? कर्नल मुस्तक मोहम्मद को बुलाओ। എന്താ സാർ? എന്ത് പറ്റി? ലെഫ്റ്റനന്റ് കേണൽ ശരത്ചന്ദ്രന്റെ ട്രൂപ്പിനെ പാകിസ്ഥാൻ സേന ചതിയിൽ വീഴ്ത്തിയിരിക്കുന്നു. നമ്മുടെ ഏതോ മുതിർന്ന ഓഫീസർ ഇതിന്റെ പിന്നിലുണ്ട്. അല്ലാതെ അവർക്ക് എങ്ങനെ ലൈൻ ഓഫ് കൺട്രോൾ കടക്കാനാവും? सर, कैप्टन गोपीनाथ ऑन द लाइन। Oh my God. ഹലോ ഗോപി, ബ്രിഗേഡിയർ നായർ, ഓവർ. മലയാളത്തിൽ പറഞ്ഞാൽ മതി, അതാണ് സേഫ്. വിവരങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞു. എങ്ങനെ ഇത് സംഭവിച്ചു? ഗോപി എങ്ങനെ രക്ഷപ്പെട്ടു? ടെൽ മീ, ഓവർ. ചെക്ക് പോസ്റ്റിലെ നമ്മുടെ ഓഫീസേഴ്സ് മുഴുവൻ കൊല ചെയ്യപ്പെട്ടു സാർ. കേണൽ മുസ്തക് മുഹമ്മദ് അറിഞ്ഞുകൊണ്ടാണ് ഈ ചീറ്റ് നടന്നിരിക്കുന്നത്. എല്ലാവരും പിടിക്കപ്പെട്ടു സാർ. എന്തോ ഭാഗ്യത്തിന് അവരുടെ കണ്ണിപ്പെടാതെ ട്രക്കുകൾക്കിടയിലൂടെ ഇഴഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടത്. ഗുരുത്വത്തിന് ഒരു വയർലെസ് സെറ്റ് എന്റെ കൈ കിട്ടി. ഉടനെ ഹലോ 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 ഗോപി, ഹലോ സാർ, ഹലോ സാർ, ക്യാൻ യു ഹിയർ മീ സാർ? ഹലോ, നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഹലോ ഹലോ ഗോപി, ഹലോ 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 സാർ, ഹലോ. ഈശ്വര, എന്റെ ചാർജും പോയി. आइए, तशरीफ लाइए। शुक्रिया। हमारे जाफर साहब ने कहा है कि पाकिस्तान की तरफ से आपको हर मुश्किल में मदद दी जाएगी। अगर हिंदुस्तान में आपको किसी भी तरह की तकलीफ हो तो बिल्कुल चिंता मत कीजिए। पाकिस्तान शान और शौकत से आपका इकबाल करेगा। शुक्रिया। अगर हमको किसी भी तरह की तकलीफ हो तो हम पाकिस्तान पहुंच जाएंगे। जाफर साहब को हमारा सलाम बोलना। जरूर। खुदा हाफिज।
गोली मत चलाना। कितने कितने पैसे चाहिए तेरे को? 1 करोड़, 2 करोड़, बैग में 5 करोड़ पड़ा है, ले लो, पूरा ले लो, पैसा पूरा तुम्हारा, ले लो। पैसा पैसा देगा? पैसा देकर खरीदेगा कैप्टन गोविंदा को? സാല സ്വന്തം നാടിനെ ഒറ്റിക്കൊടുത്തിട്ട് കോടികൾ വീതം വെക്കാൻ നടക്കുന്നുണ്ടോ പട്ടി? നിന്നെ ഒരു നിമിഷം ജീവനോട് വെച്ചാ എന്റെ നാടിനോട് പൊറുക്കില്ല. ക്യാപ്റ്റൻ, ഐ ആം എ സുപ്പീരിയർ ഓഫീസർ, പുട്ട് യുവർ ഗൺ ഡൗൺ. സ്വന്തം അമ്മയുടെ മാനം നശിപ്പിക്കാൻ കൂട്ടുന്ന തെണ്ടി നിന്റെ ബോസ് ആണെന്നോ? ഒരു കോർട്ട് മാർഷലിന് നിന്നെ വിട്ടുകൊടുക്കില്ല. रुक जाओ, हमें ये जिंदा चाहिए. അയ്യോ നീ ഇപ്പൊ എവിടെയാ? ഉമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ ഉടനെ വരുമെന്ന് പറഞ്ഞിട്ട് എന്റെ മോനിപ്പ എവിടെയാ? ഭാരതത്തിന്റെ മണ്ണിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ, എന്റെ മോൻ വീരമൃത്യു വരിച്ചെന്നെങ്കിലും ബാപ്പയ്ക്ക് പറയായിരുന്നു. ഇത്രയും ദിവസമായില്ലേ ബ്രിഗേഡിയേഴ്സ് കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിനിടയിൽ അവരെ നിങ്ങൾ മറന്നോ? ഇല്ല മേജർ വർമ്മ, നിങ്ങളൊരു മിലിറ്ററി ഓഫീസർ ആയിരുന്നില്ലേ? ഞാൻ പറയാതെ തന്നെ അറിയാലോ. അവരെ എങ്ങോട്ട് കൊണ്ടുപോയെന്ന് പോലും ഇതുവരെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കമോൺ ശങ്കർ, അവര് പിന്നാലെ ഉണ്ട്. ശങ്കർ, 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 വിജയൻ സാബ്, ഞാൻ മരിച്ചു. ധൈര്യം കൈവിടരുത്. ഇത്രയും റിസ്ക് എടുത്ത് അവന്മാരുടെ വണ്ടിയിൽ നിന്ന് ചാടിയിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കഷ്ടമാ. വെള്ളം വെള്ളം